2001 സെപ്റ്റംബർ 11 അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൽ അംബരചുംബികളായ, ലോകത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന രണ്ട് വലിയ ഗോപുരങ്ങളുണ്ട്. ഇവയിലേക്ക് വളരെ അവിചാരിതമായി രണ്ട് വിമാനങ്ങൾ രാവിലെ 8:46-നും 9:03-നുമായി ഇടിച്ചു കയറുകയാണ്. ലോകം തന്നെ ഞെട്ടിപ്പോയ ഒരു സംഭവമായിരുന്നു. അവിടുത്തെ അന്തരീക്ഷത്തിൽ പുകപടലങ്ങൾ പടർന്നു പിടിച്ചു. ആ കെട്ടിടങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവ ഭൂമിയിലേക്ക് നിലംപൊത്തി. എന്നാൽ ഈ സംഭവം വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ പ്രവചിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അമാനുഷികനായ ഒരു മനുഷ്യൻ്റെ കഥയാണ്. അദ്ദേഹം പ്രവചിച്ചിട്ടുള്ള 2 കാര്യങ്ങളും ഈ ലോകത്ത് ഫലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളെ വളരെ ആശ്ചര്യത്തോടെയാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. സ്വന്തം മരണം പോലും പ്രവചിച്ച നോസ്ട്രഡാമസിൻ്റെ അവിശ്വസനീയമായ ജീവിതകഥയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. വെൽക്കം ടു ദ മിസ്റ്റിക് വേൾഡ് ഓഫ് മാജിക് ലാമ്പ്. നോസ്ട്രഡാമസിൻ്റെ യഥാർത്ഥ പേര് മിഷേൽ ഡെ നോസ്ട്രഡാമസ് എന്നായിരുന്നു. അദ്ദേഹം ജനിച്ചത് 1500-കളിൽ ഫ്രാൻസിലായിരുന്നു. അദ്ദേഹത്തിന് കുട്ടിക്കാലത്ത് തന്നെ വൈദ്യശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലുമൊക്കെ വളരെയധികം താല്പര്യമുള്ള മനുഷ്യനാണ്. അദ്ദേഹം ജനിച്ചത് ജൂത കുടുംബത്തിലായിരുന്നെങ്കിലും പിന്നീട് ക്രിസ്തീയ മതം സ്വീകരിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പുതിയ ചില മാറ്റങ്ങൾ വരുത്താനായിട്ട് തുടങ്ങി. അദ്ദേഹം തൻ്റെ പഠനം തുടങ്ങിയത് അവിഗ്നോൺ സർവകലാശാലയിലാണ്. പക്ഷേ അക്കാലത്ത് യൂറോപ്പിൽ ആകമാനം പടർന്നു പിടിച്ച പ്ലേഗ്, മറ്റൊരിടത്തിൽ പറഞ്ഞാൽ ബ്ലാക്ക് ഡെത്ത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും ബാധിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ പ്ലേഗിന് പറ്റിയ ഒരു മരുന്ന് കണ്ടുപിടിക്കാനുള്ളതായിരുന്നു. അതിനെ അദ്ദേഹം ഒരുപാട് റിസർച്ചുകൾ നടത്തി. 1531-ൽ അദ്ദേഹം വിവാഹം കഴിച്ചു. 1534-ൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 മക്കളും പ്ലേഗ് മൂലം തന്നെ മരണപ്പെട്ടു. എന്നാൽ പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ വിചിത്രവും അവിശ്വസനീയമായിരുന്നു. അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ നല്ല ഒരു സമയവും ജ്യോതിശാസ്ത്രവും മറ്റ് അമാനുഷ്യ സംഭവങ്ങളെയും കുറിച്ച് പഠിക്കാനായിട്ട് തീരുമാനിച്ചു. തൻ്റെ അറിവുകളെല്ലാം സംയോജിപ്പിച്ച് അദ്ദേഹം ഭാവിയിൽ നടക്കാനിരിക്കുന്ന പല കാര്യങ്ങളും മുൻകൂട്ടി അറിയാനായിട്ട് തുടങ്ങി. ഭാവിയിൽ നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് അദ്ദേഹം പോലും അറിയാതെ കടന്നു വരാനായിട്ട് തുടങ്ങി. അവ അദ്ദേഹം 1555-ൽ ഒരു പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചു. ലെസ് പ്രൊഫറ്റീസ് എന്നാണ് ആ പുസ്തകം അറിയപ്പെട്ടത്. അന്നത്തെ കാലത്ത് അത് ആരും വായിച്ചിരുന്നില്ല, കാരണം അദ്ദേഹം ഒരിക്കലും പ്രശസ്തനായിരുന്നില്ല. എന്നാൽ നോസ്ട്രഡാമസിന് ഒരു കാര്യം ഉറപ്പായിരുന്നിരിക്കണം. 2025-ൽ പോലും ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് അദ്ദേഹത്തിനെ ആൾക്കാർ ഓർക്കുമെന്നത്. ലെസ് പ്രൊഫറ്റീസിൽ അദ്ദേഹം ഏകദേശം 942ഓളം പ്രവചനങ്ങളാണ് എഴുതിയത്. ഒരു പ്രവചനത്തിന് 4 വരികളാണ് ഉണ്ടാവുക. അവ ഒരു പദ്യത്തിൻ്റെ രൂപത്തിലായിരിക്കും. അതിബുദ്ധിമാനായിട്ടുള്ള ഒരു മനുഷ്യന് മാത്രമേ ഇത് ഡീകോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കൂ. അതിൻ്റെ പ്രധാന കാരണം അവ ഒരു കവിതയായിട്ടാണ് എഴുതിയിട്ടുള്ളത് എന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളെ ഏറ്റവും അധികം ശ്രദ്ധിച്ചു തുടങ്ങിയത് ഫ്രാൻസിലെ ഭരണാധികാരിയായിരുന്ന ഹെൻറി രണ്ടാമൻ്റെ മരണത്തോടു കൂടിയാണ്. അത് അവിചാരിതമായിട്ടുള്ളൊരു മരണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രവചനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളൊരു കാര്യമായിരുന്നു, ഒരു യുവസിംഹവും വളരെ പ്രായമായ ഒരു സിംഹവും ഒരു യുദ്ധത്തിലൂടെ ഏറ്റുമുട്ടുമെന്നും പ്രായമായ സിംഹത്തിൻ്റെ തലയിൽ 2 മുറിവുണ്ടാവുമെന്നും അത് പിന്നീട് ഒന്നായി മാറുമെന്നും ആ സിംഹം മരണപ്പെടും എന്ന്. ഹെൻറി രണ്ടാമൻ മരിച്ചത് ഇതുപോലെ ഒരു സംഭവത്തിലൂടെ തന്നെയാണ്. അദ്ദേഹവും ചെറുപ്പക്കാരനായ മറ്റൊരാളും ചേർന്നിട്ട് ഫ്രാൻസിൻ്റെ തനത് ശൈലിയിലുള്ള ഒരു അഭ്യാസം നടത്തുകയായിരുന്നു. അതിനിടയിലാണ് അവിചാരിതമായി ഹെൻറി 2ൻ്റെ തലയിലേക്ക് വളരെ മൂർച്ചയുള്ള ഒരു വസ്തു തുളഞ്ഞു കയറുന്നതും അദ്ദേഹം മരണപ്പെടുന്നതും. അതോടുകൂടിയാണ് ഫ്രാൻസിലെ പണ്ഡിതന്മാർ നോസ്ട്രഡാമസിൻ്റെ ഈ കൃതിയിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രവചനമായിരുന്നു 1666-ൽ ലണ്ടനിലുണ്ടായ ഏറ്റവും വലിയൊരു തീപിടുത്തം. 1666 സെപ്റ്റംബർ 2 മുതൽ 5 വരെ നീണ്ടുനിന്ന ഈ വലിയ തീപിടുത്തത്തിൽ ലണ്ടനിലെ പ്രധാനപ്പെട്ട എല്ലാ കെട്ടിടങ്ങളും കത്തിയമർന്നു. വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിൽ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രവചനം 1789-ലെ ഫ്രഞ്ച് വിപ്ലവമായിരുന്നു. ബൂർബൻ രാജവംശത്തിൻ്റെ ഭരണത്തിൽ വളരെയധികം നശിച്ചുകൊണ്ടിരുന്ന ഫ്രാൻസിനെ അവിടുത്തെ ജനങ്ങൾ തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും
ആ രാജ്യത്ത് നെപ്പോളിയൻ എന്ന പുതിയൊരു ഭരണാധികാരി വരുമെന്നും അദ്ദേഹം പ്രവചിച്ചിരുന്നു. അതുമാത്രമല്ല, ഹിറ്റ്ലർ എന്ന ഭരണാധികാരിയുടെ ഉദയവും വളരെ കൃത്യമായി അദ്ദേഹം പ്രവചിച്ചിരുന്നു. പക്ഷേ ഹിറ്റ്ലർ എന്ന വാക്കിന് പകരം ഹിസ്റ്റർ എന്ന പദമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഡാന്യൂബ് എന്ന നദിയുടെ പഴയ പേരായിരുന്നു ഹിസ്റ്റർ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഹിറ്റ്ലർ കുട്ടിക്കാലത്ത് ജീവിച്ചിരുന്നത് ഈ ഡാന്യൂബ് നദിയുടെ തീരത്ത് തന്നെയായിരുന്നു. 1939-45 ഇടയിൽ നടന്ന രണ്ടാം ലോക മഹായുദ്ധവും അണുവായുധങ്ങളുടെ പ്രയോഗവുമൊക്കെ അദ്ദേഹം തൻ്റെ പ്രവചനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അവിടെയും കൊണ്ട് തീർന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കെന്നഡിയുടെ വധം, 2019 പടർന്നു പിടിച്ച മഹാമാരിയായ കോവിഡിനെ കുറിച്ചും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2025 അതിനുശേഷവും നടക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഭൂമിയിൽ നടക്കാനിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്നതിനെക്കുറിച്ചും മഹാമാരികൾ ഭൂമിയിൽ പടർന്നു പിടിക്കുന്നതിനെക്കുറിച്ചുമൊക്കെയാണ്. ഇതൊക്കെ ഏതു മനുഷ്യനും പ്രവചിക്കാൻ കഴിയുന്നതാണെന്നും ഇതൊക്കെ സാധാരണഗതിയിൽ ഭൂമിയിൽ സംഭവിക്കുന്നതാണെന്നും പറയുന്ന ഒരു വിഭാഗവും നമ്മുടെ ഇടയിലുണ്ട്. ശരിക്കും നോസ്ട്രാഡാമസിന്റെ പ്രവചനങ്ങളെക്കുറിച്ചുള്ള വളരെയധികം പഠനങ്ങൾ ഇന്നും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അദ്ദേഹം പ്രവചിച്ചുള്ള പല കാര്യങ്ങളും ഇന്നും ഡീകോഡ് ചെയ്യാൻ ശാസ്ത്രത്തിന് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. എവിടെ നിന്നാണ് നോസ്ട്രാഡാമസിന് ഈ ഒരു ശക്തി കിട്ടിയെന്നോ എങ്ങനെയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞതെന്നോ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനി ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള മറ്റൊരു കാര്യം, സ്വന്തം മരണം പോലും നോസ്ട്രാഡാമസ് മുൻകൂട്ടി പ്രവചിച്ചു എന്നാണ്. 1566 നോസ്ട്രാഡാമസ് മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ അടുത്ത ദിവസം ഞാൻ തന്നെ കാണാൻ വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നാളെ സൂര്യോദയത്തിന് ഈ ഭൂമിയിൽ കാണില്ലെന്നും മറ്റൊരു ലോകത്തേക്ക് യാത്ര ചെയ്യുകയാണെന്നും നോസ്ട്രാഡാമസ് പറയുകയുണ്ടായി. അടുത്ത ദിവസം കൂട്ടുകാരൻ വന്നപ്പോൾ കണ്ടത് നോസ്ട്രാഡാമസ് മരിച്ചു കിടക്കുന്നതാണ്. തൻ്റെ ജീവിതത്തിലെ രഹസ്യങ്ങളെല്ലാം മുൻകൂട്ടി അറിയാവുന്ന ആ മനുഷ്യൻ ഇത്രയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് യാത്ര ചെയ്തത് ഏത് ലോകത്തേക്കാണ്? അദ്ദേഹം മറ്റൊരു ലോകത്ത് നിന്ന് നമ്മുടെ ഭൂമിയെ നിരീക്ഷിക്കുന്നുണ്ടാവുന്നു. നോസ്ട്രാഡാമസിന്റെ ഇത്രയും പ്രവചനങ്ങൾ ഫലിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും സത്യമാകാൻ തന്നെയാണ് സാധ്യത. ഇത്തരം പുതിയ വീഡിയോകളുമായി വീണ്ടും കണ്ടുമുട്ടാം. Till then, goodbye.